സുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. മലയാളിയുടെ സംഗീത ബോധത്തിലേക്ക് ലളിത സംഗീതത്തിന്റെ മാധുര്യമായി കടന്നുവന്ന കെ രാഘവൻ. ആ അതുല്യ വ്യക്തി ഓർമ്മയായിട്ട് ഇന്ന് 2 വർഷം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കണ്ണൂർ തലശ്ശേരിയിൽ 1913 ജനിച്ച രാഘവൻ മാസ്റ്റർക്ക് ബാല്യം മുതൽ മറ്റെന്തിനേക്കാളും സംഗീതമായിരുന്നു കൂട്ട്. മാപ്പിളപ്പാട്ടുകളും തോണിപ്പാട്ടും ഞാറ്റുപാട്ടും വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലളിത സംഗീതത്തോടായിരുന്നു അദ്ദേഹത്തിന് എന്നും മമത. തമിഴ്, ഹിന്ദി സിനിമാ സംഗീത മാതൃകളിൽ കുരുങ്ങിക്കിടന്ന മലയാള സിനിമാ സംഗീതത്തിന് സ്വന്തമായ ഒരു രൂപവും ഭാവവും സൃഷ്ടിച്ചതിൽ രാഘവൻ മാസ്റ്ററുടെ സംഭാവനകൾ വളരെ വലുതാണ്. സിനിമാ സംഗീതത്തിൽ ഉപകരണ സംഗീതത്തിന്റെ ആർപ്പുവിളികളില്ലാതെ ഉപകരണ സംഗീതത്തെ വളരെ ലളിതമായി ഉപയോഗിച്ച് മനുഷ്യ ശബ്ദത്തിലൂടെ സംഗീതത്തിന്റെ സാധ്യതകളെ ആസ്വാദകരിൽ ആഴത്തിൽ പ്രതിഷ്ഠിക്കാൻ രാഘവൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ മലയാളിയുടെ കാതുകൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത്. അതുവരെ മലയാള സിനിമാ സംഗീതം അനുഭവിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ അകറ്റി നിർത്തിയിരുന്ന നാടൻ സംഗീതത്തിന്റെ മാസ്മരികതയെ മലയാളി 2 കൈ നീട്ടി സ്വീകരിച്ചു. 60-ലധികം ചിത്രങ്ങളിൽ നിന്ന് ആസ്വാദകരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന 400-ലധികം മനോഹര ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. കരിമുകിൽ കാട്ടിലെ രജനി സംഗീട്ടിലെ സിനിമാ ഗാനങ്ങളോടൊപ്പം തന്നെ ആകാശവാണിക്ക് വേണ്ടി രാഘവൻ മാസ്റ്റർ ഈണമിട്ട ലളിത ഗാനങ്ങളും ഒപ്പം തന്നെ നാടക ഗാനങ്ങളും എടുത്തു പറയേണ്ടതാണ്. രാഘവൻ മാസ്റ്റർക്ക് മുന്നിൽ പ്രായമൊരു വെല്ലുവിളിയായിരുന്നില്ല ഒരിക്കലും. മരണത്തിന് തൊട്ടു മുൻപ് വരെയും സംഗീത ലോകത്ത് സജീവമായിരുന്നു കെ രാഘവൻ മാസ്റ്റർ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ മലയാളി ഉള്ളിടത്തോളം എന്നും രാഘവ സംഗീതവും നിലനിൽക്കും. അരുൺ പാറാട്ട്, ന്യൂസ് ഡെസ്ക്, റേഡിയോ മീ.